അപ്പോൾ ഇനി അടുത്ത ക്ലാസ് മുട്ടുകാല ഇരുന്നുകൊണ്ട് 4 സൈഡ് എങ്ങനെ വേണമല്ല, വലത്തോട്ടും ഇടത്തോട്ടും 4 സൈഡ് മുട്ടുകാല ഇരുന്നുണ്ട്. പിന്നെ നാളത്തെ ക്ലാസ്സിന് പടവീശ് കാണിക്കാം. പടവീശാണ് ഇത്ര ഈ ശില്പത്തിൽ ഏറ്റവും പന്തിരിച്ചാലും ഏറ്റവും നമുക്ക് പ്രയോജനമുള്ളത് പടവീശാണ്. പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്കിപ്പം ഈ കുറേ പ്രശ്നമുണ്ട്, മുട്ടിനൊക്കെ നല്ല നൊമ്പരം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി പിന്നെ ഈ ഇങ്ങനെ കാണിക്കാൻ നമുക്ക് കൂടുതലും നമുക്ക് ഒത്തിരി സ്പീഡിൽ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കേണ്ട ആൾക്കാരല്ലേ, അപ്പോൾ ഒത്തിരി നമുക്ക് സ്പീഡ് പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കാം. നിങ്ങൾ സ്പീഡിൽ തന്നെ ചെയ്തോണം. സ്പീഡിൽ മെയ്യോട് മെയ് ചെയ്യുന്നു, ഒട്ടി ചേരുക, അകന്ന് പോകാൻ പാടില്ല. പിന്നെ ശ്രദ്ധിച്ച് വേണം, തലക്കോട്ടും കാലിൻ്റെ ഇവിടെ നിന്നും മർമ്മസ്ഥാനത്തൊന്നും ഇത് കൊള്ളും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. പിന്നെ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ട്. അതിലെ മേൽഭാര കീഴ്ഭാര അതിൽ നിന്നല്ല ഇതിൻ്റെ എല്ലാം ഉത്ഭവം. പിന്നെ പെരുക്കങ്ങളാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പം നാളെ പടവീശ് ഞാൻ കാണിക്കും. നാളെ 2-ാം തീയതി ഫെബ്രുവരി 2 നാളെ പടവീശ് കാണിക്കും. പിന്നെ മുൻചുറ്റ്, പിൻചുറ്റ്, മുൻപക്ക് സൈഡ് ചുറ്റ്, തവാര ചുറ്റ്, അലങ്കാര ചുറ്റ് അത് കാണിക്കും. പിന്നെ ഡബിൾ മടിയുടെ പിന്നെ കാണിക്കും. അത് കഴിഞ്ഞ് പിന്നെ പയറ്റിൻ്റെ ഇത് കാണിക്കും. പയറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സാമ്പിൾ നിങ്ങളെ കാണിക്കാം. കുറേ ഉണ്ട്. അതിപ്പോൾ അങ്ങനെ കാണിച്ചാൽ ശിഷ്യനെ പിന്നെ അവരെ ഇവിടെ നമുക്ക് പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആൾക്കാരെ, കുറേ ആൾക്കാരെ 10-30 പേര് ഇവിടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ തന്നെ ഇത് അപ്പം മുട്ടുകാല എന്നുണ്ട് 4 സൈഡ്. അപ്പം അങ്ങനെ മുട്ടുകാല എഴുതുന്നുണ്ട് 4 സൈഡും. നാളെ പടവീശ് കാണിക്കാം. അപ്പോൾ ഷെയർ എല്ലാവരും നിങ്ങൾ സഹകരിക്കണം. ഷെയർ, കമൻറ്റ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആയി, ഓക്കെ.